ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. ആറ്റിങ്ങലിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനും ഭാര്യയ്ക്കും നേരെ ഭർത്താവിന്റെ അതിക്രൂരമായ ആക്രമണം. നെല്ലിമൂട് സ്വദേശി സജിയാണ് ക്രൂരമായി ആക്രമിച്ചത്. കുഞ്ഞിനെ ചുമരിലേക്ക് എടുത്തെറിഞ്ഞു. തല ചുമരിൽ ഇടിച്ചു വീണ കുട്ടിക്ക് തലയ്ക്കുൾപ്പെടെ മാരക പരിക്കുണ്ട്. ഭാര്യ വൈഷ്ണവിയെ വാളിന്റെ പിടി ഉപയോഗിച്ച് ഇയാൾ ഇടിച്ചു. ഗോകുൽനാഥുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, 4 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല, സ്ത്രീധനത്തിൽ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞുപോയി, ഇതൊക്കെ പറഞ്ഞ് സ്ഥിരമായി ഇയാൾ ഇത്തരത്തിൽ മർദ്ദിക്കാറുണ്ടായിരുന്നോ? ഇയാളൊക്കെ എന്തൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് ചോദിക്കാൻ തോന്നുന്നത്. ഗോകുൽ, തിരുവനന്തപുരം ആറ്റിങ്ങൽ അയിലത്താണ് ഭാര്യയെയും 2.5 വയസ്സുള്ള കുഞ്ഞിനെയും യുവാവ് അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയത്. അയിലം നെല്ലിമൂട് സ്വദേശി സജിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മദ്യപിച്ചെത്തി ഇയാൾ കുഞ്ഞിനെ ഭിത്തിയിലേക്ക് വലിച്ചെറിയുകയും തുടർന്ന് തല ചുമരിലിടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11 മണിയോടുകൂടിയായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. 4 വർഷം മുൻപായിരുന്നു ഈ യുവതിയുടെയും യുവാവിന്റെയും വിവാഹം. സൗന്ദര്യം പോരെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും ആരോപിച്ച് പല ദിവസങ്ങളിലായി അല്ലെങ്കിൽ പല കാലങ്ങളായി സജി യുവതിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വീട്ടിലെത്തിയ ഇയാൾ അക്രമാസക്തനാവുകയും വീട്ടിലുണ്ടായിരുന്ന വാളിന്റെ പിടി ഉപയോഗിച്ച് യുവതിയുടെ തലയ്ക്കും മുതുകിനും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ക്രൂരമായി മർദ്ദനമേറ്റ യുവതിയും കുഞ്ഞും ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ സജി ഒളിവിൽ പോയി. സജിക്കായുള്ള അന്വേഷണം നിലവിൽ പോലീസ് തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ആറ്റിങ്ങൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിയെ പിടികൂടാനായി തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ശരി, ഗോകുലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. വിവിധ ഇനം ലഹരി വസ്തുക്കളുമായി യുവാവ് പിടിയിലായി. മുട്ടട സ്വദേശി സിദ്ധാർത്ഥാണ് പൂജപ്പുര പോലീസിന്റെ പിടിയിലായത്. MDMA ഉണ്ട്, LSD സ്റ്റാമ്പുണ്ട്, ഹാഷിഷ് ഓയിൽ, ഹൈബ്രിഡ് കഞ്ചാവ്, സാദാ കഞ്ചാവ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും സിദ്ധാർത്ഥിൽ നിന്ന് പിടിച്ചെടുത്തു. ഓപ്പറേഷൻ ഡാർക്ക് ഹണ്ടിന്റെ ഭാഗമായി ഡാൻസ് ഓഫും പൂജപ്പുര പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. അശ്വിൻ ഡിയോഗാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അശ്വിൻ, ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം, ഇതിനു മുമ്പ് ഇയാളെ 200 കിലോ കഞ്ചാവുമായി പിടികൂടി. ഇയാൾ ജയിലിലായിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ടും ഇയാൾക്ക് ഇത് തന്നെയായിരുന്നു പണി. അതായത് ഒരു ലഹരി വസ്തുക്കളുടെ ഒരു ഹോൾസെയിൽ ഡീലറായിട്ട് ഇയാൾ പ്രവർത്തിക്കുകയായിരുന്നു, അല്ലേ? ഷിഹാസ്, തീർച്ചയായും നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ച പോലെ ഇത് ആദ്യമായല്ല ഇയാൾ പിടിയിലാകുന്നത്. നേരത്തെ 200 കിലോ കഞ്ചാവുമായി ഇയാളെ പിടികൂടിയിട്ടുണ്ട്. അതിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ആളാണ്. വെറും 28 വയസ്സ് മാത്രമാണ് ഉള്ളത്. മുട്ടട സ്വദേശി സിദ്ധാർത്ഥിനെയാണ് വീണ്ടും പൂജപ്പുര പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇയാൾ തിരുമല ഭാഗത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഈ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് എന്നൊരു രഹസ്യ വിവരം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിക്കുന്നു. തുടർന്ന് ഓപ്പറേഷൻ ഡാർക്ക് ഹണ്ടിന്റെ ഭാഗമായി പൂജപ്പുര പോലീസും ഡാൻസ് ഓഫ് സംഘവും ഈ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിൽ നിരവധി ലഹരി വസ്തുക്കളാണ് ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. MDMA പിടികൂടിയിട്ടുണ്ട്, LSD സ്റ്റാമ്പ് പിടികൂടിയിട്ടുണ്ട്, ഹാഷിഷ് ഓയിൽ, ഹൈബ്രിഡ് കഞ്ചാവ്, സാദാ കഞ്ചാവ് തുടങ്ങി വിവിധ ലഹരി വസ്തുക്കളാണ് ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നത്. ഇതിൽ 5 ഗ്രാം MDMA ഉണ്ട്, 10 LSD സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു, 17.6 ഗ്രാം ഹാഷിഷ് ഓയിലും 38.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ 5.3 ഗ്രാം സാദാ കഞ്ചാവും. ഇങ്ങനെ ഈ ലഹരികളുടെ ഒരു കമ്പനിയെ ശേഖരം ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. ഇതോട് ചേർത്താണ് പോലീസ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഇയാളെ ബാലരാമപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് പുറമെ ഇയാൾക്ക് എക്സൈസിലും നിരവധി കേസുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ചപ്പോൾ തന്നെ മയക്കുമരുന്ന് വിൽപ്പനയുടെ ഒരു ഹോൾസെയിൽ വിൽപ്പനയായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടുവരുന്നത്. അതിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ തിരുമല വലിയവിളയിലെ അപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധനയിൽ നിന്ന് മാത്രമാണ് പോലീസിന് ഇത്രയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൽ കൂടുതൽ വസ്തുക്കൾ ഇയാൾ മറ്റ് ഭാഗങ്ങളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇയാളിൽ നിന്ന് ആരൊക്കെയാണ് ഇത് വാങ്ങിക്കൊണ്ടിരുന്നത്, ഇയാൾക്ക് ഇത് എവിടെ നിന്നാണ് ലഭിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ 200 കിലോ കഞ്ചാവിന്റെ കേസടക്കം ഇയാൾക്ക് ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇയാൾ കൂടുതൽ ഈ തരത്തിലുള്ള മയക്കുമരുന്നുകൾ എവിടെ നിന്ന് എത്തിക്കുന്നു, ആരാണ് ഇതിന്റെ ഡീലർ, ഇയാളുടെ വിൽപ്പന, ഇയാളിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഷിഹാസ്, ശരി, അശ്വിൻ ഡിയോഗാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥ് എന്നാണ് പേര്. 28 വയസ്സ് മാത്രമാണ് പ്രായം. അയാളിൽ മാത്രമേ അന്വേഷണം ഒതുങ്ങാതിരിക്കട്ടെ. വ്യാപകമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവട്ടെ.